ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിനീതം നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബോട്ടണിയിലെ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്, പ്ലാന്റ് കിങ്ഡം. അപ്പോൾ നമ്മൾ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിംഗ് ഓർഗാനിസത്തെ കുറിച്ചാണ്. നമ്മുടെ ആർ എസ് വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിംഗ് ഓർഗാനിസത്തിനെ കുറിച്ചാണ് നമ്മൾ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. കിങ്ഡം മോണിയറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ് ആൻഡ് അനിമാലിയ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിങ്ഡം പ്ലാന്റ്, ആ 4 കിങ്ഡത്തെ മാറ്റി നിർത്തി കിങ്ഡം പ്ലാന്റ് എന്ന ഒരൊറ്റ കിങ്ഡം എടുത്തിട്ട് ആ കിങ്ഡത്തെ മാത്രം നോക്കി നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേര് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിനെ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കിങ്ഡം പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം. അപ്പോ ബോട്ടണിയിലെ അടുത്ത ചാപ്റ്റർ ആയ പ്ലാന്റ് കിങ്ഡം. അപ്പൊ നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും കാണുന്ന പ്ലാന്റ്സ് ആണ്. പല തരത്തിലുള്ള പ്ലാന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്ലാന്റ്സിനെ നമ്മൾ പല ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ട് നമ്മുടെ ഈ പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഈ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പെർമ്സ് ആൻഡ് ആൻജിയോസ്പെർമ്സ്. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് വെറൈറ്റീസ് അല്ലെങ്കിൽ പ്ലാന്റിന്റെ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ബേസിലാണ് നമ്മൾ പ്ലാന്റ് കിങ്ഡത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൽഗയെ കുറിച്ചും ബ്രയോഫൈറ്റ്സിനെ കുറിച്ചും ടെറിഡോഫൈറ്റ്സിനെ കുറിച്ചും ജിംനോസ്പെർമ്സ്, ആൻജിയോസ്പെർമ്സ് ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മുടെ ഈ പ്ലാന്റ് കിങ്ഡം എന്ന ബോട്ടണിയിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്ലാന്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചില ക്ലാസിഫിക്കേഷൻസ് അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തിന്റെയൊക്കെ ബേസിലാണ് ഈ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെർമ്സ്, ആൻജിയോസ്പെർമ്സ് ഇതിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനിലൂടെയാണ് നമ്മൾ ഇവയൊക്കെ ക്ലാസിഫൈ ചെയ്തത് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 3 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനെ പരിചയപ്പെടുത്തുന്നുണ്ട്. 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഈ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നമ്മൾ പണ്ടുകാലം മുതൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ കൂടുതലായിട്ടും ക്ലാസിഫിക്കേഷൻ നടത്താറ് എന്തിന്റെ ബേസിലാണ്? വെജിറ്റേറ്റീവ് ആൻഡ് സൂപ്പർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. വെജിറ്റേറ്റീവ് ആൻഡ് സൂപ്പർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. വെജിറ്റേറ്റീവ് എന്ന് വെച്ചാൽ അതിന്റെ പുറമേ കാണുന്ന സ്ട്രക്ചർ, പിന്നെ മോർഫോളജിക്കൽ സ്ട്രക്ചർ എന്നാൽ പുറമേ കാണുന്ന അതിന്റെ ഹാബിറ്റ് എങ്ങനെയാണ്, അതിന്റെ കളർ എങ്ങനെയാണ്, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, ലീഫിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, കോമ്പൗണ്ട് ആണോ, ഓൾട്ടർനേറ്റ് ആണോ, അതോ ഹോൾഡ് ആണോ, അങ്ങനെ ലീഫിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നതിന്റെ ഒക്കെ ബേസിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ചില പ്ലാന്റ് സ്പീഷീസിനും പ്ലാന്റ് വെറൈറ്റീസിനൊക്കെ ക്ലാസിഫൈ ചെയ്യാറ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് വെജിറ്റേറ്റീവ് ആൻഡ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. പുറമേ കാണുന്ന കളറിലും ഷേപ്പിലും പിന്നെ അതിന്റെ ബിഹേവിയറിലും ഒക്കെ കാണുന്ന, അതിന്റെ ഹാബിറ്റിലൊക്കെ കാണുന്ന സവിശേഷത കൊണ്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയ ഒരാളുണ്ട്, നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയ ആരാണ്? കാർലസ് ലിനേയസ്. ആ കാർലസ് ലിനേയസ് നടത്തിയത് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ ബേസിലാണ് അദ്ദേഹം ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നടത്തിയത്. അതുകൊണ്ട് അപ്പോൾ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും കാർലസ് ലിനേയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ലിനേയസ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അദ്ദേഹമാണ് ഈ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അപ്പോ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയപ്പോൾ നമുക്ക് പല കാര്യങ്ങളും കൂടുതലായിട്ട് അറിയാൻ പറ്റാതെ വന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ കുറെ ഡ്രോബാക്സ് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ 1-2 ഡ്രോബാക്സ് നമുക്ക് വേണമെങ്കിൽ നോക്കാം. സെപ്പറേറ്റഡ് ദ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്ന സ്പീഷീസിനെ, അല്ലെങ്കിൽ ഒരേ സ്വഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള പ്ലാന്റ് സ്പീഷീസിനെ ഇവര് സെപ്പറേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരേ തരത്തിൽ കാണാൻ സാധിക്കുന്ന പ്ലാന്റ് സ്പീഷീസിനെ ഇവര് തരംതിരിച്ചു എന്ന് വെക്കുമ്പോൾ ക്ലാസിഫിക്കേഷൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പോൾ നമുക്ക് കുറെ അധികം ക്ലാസിഫിക്കേഷൻ വരുന്നതോടുകൂടി നമുക്ക് ആ എല്ലാ ക്ലാസിഫിക്കേഷനും നമുക്ക് പഠിച്ചെടുക്കണം. അപ്പോൾ സെപ്പറേറ്റഡ് ദ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിനെ സെപ്പറേറ്റ് ചെയ്തത് വല്ലാത്ത ആദ്യത്തെ ഒരു ഡ്രോബാക്ക് ആണ്. ആരുടെ? നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ ആദ്യത്തെ ഒരു ഡ്രോബാക്ക് ആണ്. പിന്നെ പറയാനുള്ളത് ഈക്വൽ വെയിറ്റേജ് ടു വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ ക്യാരക്ടേഴ്സ്. പ്ലാന്റ്സിന്റെ വെജിറ്റേറ്റീവും സെക്ഷൽ ക്യാരക്ടേഴ്സിനും ഈക്വൽ വെയിറ്റേജ് നൽകി, ഒരേ പ്രാധാന്യം നൽകി. അത് വല്ലാത്തൊരു തെറ്റാണ്.
ഈക്വൽ വെയിറ്റേജ് നമ്മുടെ വെജിറ്റേറ്റീവിനും സെക്ഷൽ ക്യാരക്ടേഴ്സിനും നൽകി കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ എപ്പോൾ വേണമെങ്കിലും മാറാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ പ്ലാന്റ്സിന്റെ വെജിറ്റേറ്റീവ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് പ്ലാന്റ്സിന് സർവൈവ് ചെയ്യണം. അപ്പോൾ ഈ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൽ മാറ്റം വരും. ഇപ്പോ കാറ്റുകാലത്ത് ഒരു പ്ലാന്റ് ഇങ്ങനെയായിരുന്നു, അപ്പോൾ കാറ്റുകാലത്ത് എങ്ങനെയായിരുന്നു അതേപോലെ ആയിരിക്കില്ല വേനൽക്കാലത്ത് ആ പ്ലാന്റ്. അപ്പോൾ എൻവയോൺമെന്റൽ ചേഞ്ചസിനനുസരിച്ച് പ്ലാന്റിനെ സ്വയം ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സ്വയം സർവൈവ് ചെയ്യണം. അപ്പോൾ അതിന് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൽ മാറ്റം വരും. അപ്പോൾ ഈക്വൽ വെയിറ്റേജ് ടു വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് നൽകിയത് വല്ലാത്തൊരു തെറ്റാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ ഡ്രോബാക്ക്. അപ്പോൾ ഡ്രോബാക്ക് വന്നതോടുകൂടി നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയാതെ വന്നു. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് കൊണ്ടുവന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. രണ്ടാമതായിട്ട് കൊണ്ടുവന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് which are dependent, which are permanent, do not changes with the environment. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് പ്ലാന്റ്സിന് പെർമനന്റ് ആയിരിക്കും. എൻവയോൺമെന്റിന് അനുസരിച്ച്, പ്രകൃതിയോടനുസരിച്ച് അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അനുസരിച്ച് പ്ലാന്റ്സിന്റെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് മാറില്ല. അത്തരത്തിൽ മാറാത്ത ക്യാരക്ടേഴ്സിനെ മാത്രമാണ് നമ്മൾ ഈ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. രണ്ടിലും വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ രണ്ടാമതായിട്ട് എടുത്ത വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പ്രകൃതിക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവാത്ത വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് മാത്രമാണ് നമ്മൾ ഈ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ എടുത്തിട്ടുള്ളത്. എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഈ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന്റെ അൾട്രാ സ്ട്രക്ചർ, അതിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ അനോട്ടമി എങ്ങനെയാണ്, അതിന്റെ പുറമേ കാണുന്ന സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ എംബ്രയോളജി എങ്ങനെയാണ്, എംബ്രയോളജി എന്ന് വെച്ചാൽ എംബ്രയോ ഫോർമേഷൻ എങ്ങനെയാണ്, പിന്നെ അതിന്റെ പോളികെമിസ്ട്രി എങ്ങനെയാണ്, പ്ലാന്റ്സ് എന്താണ്, അതിന്റെ അല്ലെങ്കിൽ ആ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്, പ്ലാന്റ് പ്രൊഡക്റ്റ് എന്താണ് എന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്നൊരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഇതിന്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഈ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നടത്തി അല്ലെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ഒരു സയന്റിസ്റ്റ്, ഒരു എക്സാമ്പിൾ ആണെങ്കിൽ പറയാം, രണ്ട് സയന്റിസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അദ്ദേഹമാണ് ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹൂക്കർ. ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹൂക്കർ ഇവര് രണ്ടുപേരും ചേർന്നാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അവർ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹൂക്കർ. ഇനി പറയാനുള്ളത്, പക്ഷെ ഇതിനും ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഡ്രോബാക്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിലും ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ വീണ്ടും നമുക്കൊരു കാര്യം പറ്റിയില്ല. അപ്പോൾ ആ കാര്യം ഇപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങി, അപ്പോൾ ആ ഫോണിലെ കുറെ അധികം ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഫോണിൽ ഉണ്ടാകുന്ന ഫീച്ചേഴ്സിനെ മാറ്റി, അല്ലെങ്കിൽ ആ ഫോണിൽ ഉണ്ടായിരിക്കുന്ന ഫീച്ചേഴ്സിനെക്കാളും കുറച്ച് കൂടുതലായിരിക്കും അതിന്റെ അതേ സീരീസിലുള്ള അടുത്ത ഫോൺ ഇറങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനേക്കാളും കുറച്ച് മെച്ചപ്പെട്ടതായിരുന്നു നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ അടുത്തത് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒന്നായിരിക്കും. അതാണ് നമ്മുടെ ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. നമ്മൾ ഇപ്പോ എല്ലാ ക്ലാസിഫിക്കേഷനും നടത്തുന്ന എല്ലാ ക്ലാസിഫിക്കേഷനും വേണ്ടി ഉപയോഗിക്കുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ് നമ്മുടെ ഈ ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നടത്തുന്നത് ബേസ്ഡ് ഓൺ ഇവല്യൂഷണറി ക്യാരക്ടേഴ്സ് ആണ്. ബേസ്ഡ് ഓൺ ഇവല്യൂഷണറി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ പൂർവികരായിട്ടുള്ള ഇവല്യൂഷണറി കാലാകാലങ്ങളോളം ഇതിന്റെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ ഉള്ള കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നടത്താറ്. ഇവല്യൂഷണറി ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എമംഗ് ദ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ പ്ലാന്റിന്റെ പൂർവികരുടെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവരെ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നടത്താറ്. അസ്യൂം ദാറ്റ് ദ ഓർഗാനിസം ഇൻ ദ സെയിം ടാക്സോണമി ഹാവ് സെയിം ആൻസിസ്റ്റേഴ്സ്. ഒരേ ടാക്സോണമിയിലുള്ള അല്ലെങ്കിൽ ഒരേ ടാക്സോണമിയിൽ ഉള്ളതും ഒരേ ആൻസിസ്റ്റേഴ്സും ഉള്ള പ്ലാന്റ്സിനെ അസ്യൂം ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാന്റ്സിനെ എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നടത്താറ്. നമ്മുടെ കറന്റ് യൂസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പൊ എല്ലാ ക്ലാസിഫിക്കേഷനും ഈ ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷന്റെ ബേസിലാണ് നടത്തുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആളാണ് ജോൺ ഹച്ചിൻസൺ. ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രപ്പോസ് ചെയ്ത ആളാണ് ജോൺ ഹച്ചിൻസൺ. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു.
അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ നമ്മളിപ്പോ ലേറ്റർ ആയി ഉപയോഗിക്കുന്ന നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവാനായിട്ട് നമുക്ക് കുറച്ച് എക്സ്റ്റേണൽ റിസോഴ്സസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ കൂടുതൽ എളുപ്പമാവാനായിട്ട് നമ്മൾ പല തരത്തിലുള്ള സോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആദ്യത്തെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടേഴ്സിന്റെ സഹായത്തോടു കൂടി ചില സ്പെസിഫിക് ക്യാരക്ടേഴ്സിന് ചില കോഡ്സ് അല്ലെങ്കിൽ ചില നമ്പേഴ്സ് നൽകി നമ്മൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെക്കും, നമ്മൾ സേവ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്ലാന്റ്സിന്റെ കോഡും നമ്പേഴ്സും അടിച്ചു കൊടുത്താൽ ആ പ്ലാന്റിന്റെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. ആ ഒരു ഫീച്ചറാണ് നമ്മുടെ ഏതില് ന്യൂമറിക്കൽ ടാക്സോണമിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ന്യൂമറിക്കൽ ടാക്സോണമിയിൽ ഒരേ സമയത്ത് തന്നെ 100ഓളം ക്യാരക്ടേഴ്സിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ഈ ന്യൂമറിക്കൽ ടാക്സോണമിയുടെ പ്രധാനമായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ്. പിന്നെ പറയാനുള്ള എക്സ്റ്റേണൽ റിസോഴ്സസ് എന്ന് പറയുന്നത് സൈറ്റോ ടാക്സോണമിയാണ്. സൈറ്റോ ടാക്സോണമിയിലെ സൈറ്റോ എന്താണ്? സൈറ്റോ എന്ന് വെച്ചാൽ സെല്ലാണ്. അപ്പൊ സെല്ലിൽ എന്താ കാണാം? നമുക്ക് ക്രോമസോംസ് കാണാൻ സാധിക്കും. അപ്പൊ ഇതിലും പ്ലാന്റ്സിന്റെ ക്രോമസോമിൻ തമ്മിലുള്ള സിമിലാരിറ്റീസ് അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ക്രോമസോംസ് തമ്മിലുള്ള നമ്പർ, അവയുടെ സ്ട്രക്ചർ, അവയുടെ ബിഹേവിയർ എന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സൈറ്റോ ടാക്സോണമിയിലെ അല്ലെങ്കിൽ സൈറ്റോ ടാക്സോണമി ക്ലാസിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യാറ് ക്രോമസോം നമ്പറിന് അനുസരിച്ച്. പിന്നെ പറയാനുള്ള എക്സ്റ്റേണൽ റിസോഴ്സസ് എന്ന് പറയുന്നത് കീമോ ടാക്സോണമിയാണ്. കീമോ ടാക്സോണമിയിലെ കീമോ എന്ന് പറയുന്നത് കെമിക്കലാണ്. അപ്പോൾ പ്ലാന്റ്സിന്റെ കെമിക്കൽസ് തമ്മിലുള്ള സിമിലാരിറ്റീസ്, ഓരോ പ്ലാന്റ്സിന്റെയും കെമിക്കൽസ് എങ്ങനെയാണ്, ഓരോ പ്ലാന്റ്സിനും വളരാനായിട്ട് പല തരത്തിലുള്ള കെമിക്കൽസ് ആണ് വേണ്ടത്. അപ്പോൾ ഓരോ പ്ലാന്റ്സിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അവ തമ്മിലുള്ള സിമിലാരിറ്റീസ് ഉപയോഗിച്ച് ക്ലാസിഫിക്കേഷൻ നടത്തുക അല്ലെങ്കിൽ അവ തമ്മിലുള്ള സിമിലാരിറ്റി ഉപയോഗിച്ച് ക്ലാസിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുക. അതാണ് നമ്മൾ ഈ കീമോ ടാക്സോണമി ചെയ്യാറ്. ഇനി നമുക്ക് പറയാനുള്ളത് പ്ലാന്റ് കിങ്ഡം ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കൂടുതലായിട്ട് പഠിക്കാനുള്ളത് നമുക്ക് പ്ലാന്റ്സിനെയാണ്. അപ്പൊ പ്ലാന്റ്സിലെ പല കാര്യങ്ങളാണ് അല്ലെങ്കിൽ പല ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മുടെ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു എന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് ഇവയൊക്കെ നമ്മൾ എങ്ങനെ പ്ലാന്റ്സിൽ നിന്നും ക്ലാസിഫൈ ചെയ്തു എന്ന് നമുക്ക് ഇനി നോക്കാം. അപ്പൊ ആദ്യം പ്ലാന്റ്സ്. അപ്പൊ നമ്മൾ പ്ലാന്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് അക്വാട്ടിക് പ്ലാന്റ്സും പിന്നെ ലാൻഡ് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാന്റ്സും, വെള്ളത്തിൽ ജീവിക്കുന്നതും പിന്നെ നമ്മുടെ കരയിലൊക്കെ കാണാൻ സാധിക്കുന്ന പ്ലാന്റ്സ്. അങ്ങനെ രണ്ടാക്കിയിട്ട് നമ്മൾ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. അപ്പൊ നമ്മുടെ അക്വാട്ടിക് പ്ലാന്റ്സിലാണ് നമ്മൾ ആൽഗേനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളത്തിലൊക്കെ കാണാൻ സാധിക്കുന്ന ഇതിലാണ് നമ്മൾ ആൽഗേനെ അക്വാട്ടിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആൽഗയെ നമ്മൾ മൂന്നാക്കി ക്ലാസിഫൈ ചെയ്തു, അല്ലെങ്കിൽ 3 തരത്തിലുള്ള ആൽഗയെ നമുക്ക് ഈ അക്വാട്ടിക്കിൽ കാണാൻ സാധിക്കും. അത് വിശദീകരിച്ച് പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. 3 തരത്തിലുള്ള ആൽഗയാണ് ക്ലോറോഫൈസിയെ, ഫെയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ഈ 3 ആൽഗയെ കുറിച്ച് അല്ലെങ്കിൽ ഈ 3 ഡിവിഷൻ ഓഫ് ആൽഗയെ കുറിച്ചാണ് നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ക്ലോറോഫൈസിയെ, ഫെയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ഇനി നമ്മൾ നേരെ പ്ലാന്റ്സിന്റെ ലാൻഡിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ഈ ലാൻഡ് പ്ലാന്റ്സിനെ നമ്മൾ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സൈലം ആൻഡ് ഫ്ലോയം ആബ്സെന്റും സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റും. സൈലം ആൻഡ് ഫ്ലോയം പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വസ്കുലർ ടിഷ്യൂസ് അല്ലെങ്കിൽ വസ്കുലർ ബണ്ടിൽസ് നമ്മുടെ പ്ലാന്റ്സിലൊക്കെ കാണാൻ കഴിയുന്ന, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ്സിന് ഫുഡും വാട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സിന് സ്ട്രെങ്ത് നൽകുന്ന, പ്ലാന്റിന് പുറമെ ടിഷ്യൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ സ്ട്രെങ്ത് നൽകുന്ന വസ്കുലർ ബണ്ടിൽസ് ആണ് അല്ലെങ്കിൽ വസ്കുലർ ടിഷ്യൂസ് ആണ് നമ്മുടെ ഈ സൈലം ആൻഡ് ഫ്ലോയം. അപ്പോ ഈ ലാൻഡ് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാന്റ്സിൽ സൈലം ആൻഡ് ഫ്ലോയം ഇല്ലാത്തതിൽ നമ്മൾ ബ്രയോഫൈറ്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൈലം ആൻഡ് ഫ്ലോയം ഇല്ലാത്ത പ്ലാന്റ്സിലെ നമ്മൾ ബ്രയോഫൈറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ബ്രയോഫൈറ്റ്സിൽ നമുക്ക് 2 കാര്യങ്ങളെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ 2 ഡിവിഷൻ ഓഫ് ബ്രയോഫൈറ്റ്സ് നമ്മൾ പഠിക്കണം. ലിവർവേർഡ്സും മോസസും. നമ്മൾ ആൽഗയിൽ പറഞ്ഞ ക്ലോറോഫൈസി, ഫെയോഫൈസി, റോഡോഫൈസി പോലെ നമുക്ക് ബ്രയോഫൈറ്റ്സിലും 2 ആളെ പഠിക്കാനുണ്ട്, ലിവർവേർഡ്സും മോസസും. പിന്നെ പറയാനുള്ളത് സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റ്. സൈലം ആൻഡ് ഫ്ലോയം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റ്, സൈലം ആൻഡ് ഫ്ലോയം കാണാൻ കഴിയുന്ന പ്ലാന്റ്സ്, ഇല്ലാത്തതിന് നമ്മൾ ബ്രയോഫൈറ്റ്സിനെ ഉൾപ്പെടുത്തി. ലിവർവേർഡ്സും മോസസും ഡിവിഷൻ വരുന്ന ബ്രയോഫൈറ്റ്സിനെ നമ്മൾ സൈലം ആൻഡ് ഫ്ലോയം ഇല്ലാത്ത ഇതിൽ നമ്മൾ ബ്രയോഫൈറ്റ്സിനെ ഉൾപ്പെടുത്തി. ഇനി സൈലം ആൻഡ് ഫ്ലോയം ഉള്ളതിൽ ഉള്ളതിനെ നമ്മൾ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തു. എന്തിന്റെ ബേസിൽ? അവയുടെ റീപ്രൊഡക്ഷന്റെ ബേസിൽ. അപ്പൊ സൈലം ആൻഡ് ഫ്ലോയം ഉള്ള പ്ലാന്റ്സ് എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു? സ്പോർട്സിലൂടെയാണ് അവ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അഥവാ സീഡ്സിലൂടെയാണ്. ചിലത് സ്പോർട്സിലൂടെ ആയിരിക്കും അതിന്റെ അടുത്ത ജനറേഷൻ ക്രിയേറ്റ് ചെയ്യുക, ചിലത് സീഡ്സിലൂടെ ആയിരിക്കും, വിത്ത് വിതച്ചിട്ടായിരിക്കും അതിന് അടുത്ത ജനറേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സൈലം ആൻഡ് ഫ്ലോയം ഉള്ള പ്ലാന്റ്സ്
നമ്മൾ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തു. അതിന്റെ റീപ്രൊഡക്ഷന്റെ ബേസിൽ സ്പോർട്സും സീഡ്സും. അപ്പോൾ ഈ സ്പോർട്സിലാണ് നമ്മൾ ടെറിഡോഫൈറ്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സ്പോർട്സിലാണ് സ്പോർട്സ് ഫോർമേഷനിലൂടെ അതിന്റെ അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഈ ടെറിഡോഫൈറ്റ്സ്. അതുകൊണ്ടാണ് നമ്മൾ സൈലമൻ ഫ്ലോയം ഉള്ള സ്പോർട്സിലൂടെ അതിന്റെ അടുത്ത ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിൽ നമ്മൾ ടെറിഡോഫൈറ്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ടെറിഡോഫൈറ്റ്സിൽ നമുക്ക് കുറച്ച് ആൽഗയിൽ പഠിച്ച 3-4 ആൾക്കാരെ പോലെ തന്നെ നമ്മൾ ബ്രയോഫൈറ്റ്സിൽ പഠിച്ച 2 ആൾക്കാരെ പോലെ തന്നെ നമുക്ക് ഈ ടെറിഡോഫൈറ്റ്സിൽ 4 പേരെ പഠിക്കാനുണ്ട്. അവര് സെലാജിനെല്ല, ഇക്വിസിറ്റം, ഫേൺ ആൻഡ് സറ്റ്വീന. ഈ 4 പേരെയാണ് നമുക്ക് ഈ ടെറിഡോഫൈറ്റ്സിൽ പഠിക്കാനുള്ളത്. സെലാജിനെല്ല, ഇക്വിസിറ്റം, ഫേൺ ആൻഡ് സറ്റ്വീന. അപ്പോ ടെറിഡോഫൈറ്റ്സ് കഴിഞ്ഞു. പിന്നെ അതിന്റെ റീപ്രൊഡക്ഷൻ രണ്ടാമത് സീഡ്സിലൂടെ ആയിരിക്കും. ചില പ്ലാന്റ്സ് സീഡ്സ് വിത്ത് വിതച്ചിട്ടായിരിക്കും റീപ്രൊഡക്ഷൻ നടത്താറ്. അപ്പൊ വിത്ത് വിതച്ച റീപ്രൊഡക്ഷൻ നടത്തുന്ന പ്ലാന്റ്സിലാണ് നമ്മൾ ജിംനോസ്പെംസിനെയും ആൻജിയോസ്പെംസിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജിംനോസ്പെംസ് എന്ന് പറഞ്ഞാൽ നേക്കഡ് സീഡ് പ്ലാന്റ്. രണ്ടിലും സീഡ്സ് കാണാൻ സാധിക്കും. പക്ഷെ ജിംനോസ്പെംസിൽ നേക്കഡ് സീഡ് പ്ലാന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഓവറി ഫ്രൂട്ടും ഒബ്യൂൾ സീഡും ആയിട്ട് മാറും. പ്ലാന്റ് പാർട്ട് ആണ് ഓവറിയും ഒബ്യൂളും. അപ്പൊ ഓവറി ഫ്രൂട്ടും ഒബ്യൂൾ സീഡും ആയിട്ട് മാറും. അപ്പൊ ഈ ഒബ്യൂളിന്റെ പുറമെ ഒരു കവറിങ്, ഒരു ഔട്ടർ കവറിങ് നമുക്ക് ഈ ഇതിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ജിംനോസ്പെംസിനെ നേക്കഡ് സീഡ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഒരു ഔട്ടർ മോസ്റ്റ് കവറിങ് ഉണ്ടാവില്ല സീഡിന്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നേക്കഡ് സീഡ് പ്ലാന്റ് എന്ന് പറയുന്നത് ജിംനോസ്പെംസ്. പക്ഷെ ആൻജിയോസ്പെംസിൽ ഒരു കവറിങ് ഉണ്ടാവും. ഒബ്യൂളിന് പുറമെ ഒരു കവറിങ് ഉണ്ടാവും. ഫ്രൂട്ട് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മുടെ ഈ ആൻജിയോസ്പെംസിൽ കാണാനായിട്ട് സാധിക്കുക. ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറുന്നു പറഞ്ഞു. അപ്പോൾ ഒരു ഔട്ടർമോസ്റ്റ് കവറിങ് ഉണ്ടാവും. വിത്തിന് പുറമെ ഒരു ഔട്ടർമോസ്റ്റ് കവറിങ് ഉണ്ടാവും. ഒബ്യൂളിന് പുറമെ ഫ്രൂട്ട് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് ഈ ആൻജിയോസ്പെംസിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ സൈലമൻ ഫ്ലോയം ഉള്ള ആൾക്കാരെ നമ്മുടെ റീപ്രൊഡക്ഷന്റെ ബേസിൽ സ്പോർട്സും സീഡ്സും ആക്കിയിട്ട് തരംതിരിച്ചു. ആ സ്പോർട്സിൽ നമ്മൾ ടെറിഡോഫൈറ്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ടെറിഡോഫൈറ്റ്സിൽ നമുക്ക് 4 പേരെ പഠിക്കാനുണ്ട്. അത് നമുക്ക് പഠിക്കാം. പിന്നെ സീഡ്സിൽ നമ്മൾ 2 പേരെ ഉൾപ്പെടുത്തി, ജിംനോസ്പെംസിനെയും ആൻജിയോസ്പെംസിനെയും. ജിംനോസ്പെംസ് എന്ന് പറഞ്ഞാൽ നേക്കഡ് സീഡ് പ്ലാന്റ് ആണ്. ആൻജിയോസ്പെംസ് എന്ന് പറഞ്ഞാൽ അൺനേക്കഡ് സീഡ് പ്ലാന്റ് ആണ്. ഫ്രൂട്ട് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ആൻജിയോസ്പെംസ്. അപ്പോൾ ഒരു പ്ലാന്റിനെ നമ്മൾ അക്വാട്ടിക്കും ലാൻഡും അതിന്ന് നമ്മൾ ഡിഫറൻസ് ചെയ്തിട്ടാണ് നമ്മൾ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെംസ്, ആൻജിയോസ്പെംസ് എന്ന പ്ലാന്റ് കിങ്ഡത്തിലെ കുറച്ച് ആൾക്കാരെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓരോ ആൾക്കാരെ പറ്റിയിട്ടാണ്. നമ്മൾ പഠിച്ച ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെംസ്, ആൻജിയോസ്പെംസ് ഓരോ ആൾക്കാരെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആൽഗേന്ന് തുടങ്ങി ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെംസ്, ആൻജിയോസ്പെംസ് ഇത്രയും പ്ലാന്റ് കിങ്ഡത്തിലെ ഇത്രയും ആൾക്കാരെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആൽഗേന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അക്വാട്ടിക് പ്ലാന്റ് ആയ ആൽഗേന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.